നമസ്കാരം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ശരിക്കും ഞെട്ടിച്ച ഒരു റിസൾട്ട് ഉണ്ടായത് കരുനാഗപ്പള്ളി നിയമസഭാ നിയോജകമണ്ഡലത്തിൽ നിന്നാണ്. മട്ടന്നൂരിലെ ശൈലജ ടീച്ചറുടെ 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമോ ധർമ്മടത്തെ പിണറായി വിജയൻ്റെ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെയോ കാലൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ 30,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് CR മഹേഷ് വിജയിച്ചത് വലിയ അത്ഭുതമാണ്. കാരണം മട്ടന്നൂരിലും അതുപോലെ ധർമ്മടത്തുമൊക്കെ പാർട്ടി ഗ്രാമങ്ങളുള്ള എതിർ പാർട്ടിയിലെ ആളുകളെ പ്രവർത്തന സ്വാതന്ത്ര്യം പോലും അനുവദിക്കാത്ത ബൂത്തുകളിൽ പോലും മറ്റുള്ള പാർട്ടിയിലെ ഏജന്റുമാരെ ഇരുത്തുവാൻ കഴിയാത്ത വിധം CPM-ന് സംഘടനാ സംവിധാനമുള്ള, മറ്റുള്ള പാർട്ടിയുടെ ഏജന്റുമാർ ഇരുന്നാൽ അവിടെ നാക്കുറിന പൊടിയൊക്കെ വിതറുന്ന രീതിയിലുള്ള സംഘടനാ സംവിധാനം CPM-ന് ശക്തമായ സ്ഥലങ്ങളാണ്. അവിടെയൊക്കെയും ഈ 50,000 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വലിയ ആശ്ചര്യമുണ്ടാക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള കരുനാഗപ്പള്ളി പോലെയുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ അവിടെ നിന്ന് CR മഹേഷ് നേടിയ 30,000-ഓളം അടുപ്പിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷം വളരെ ആശ്ചര്യപ്പെടുന്നതാണ്. പ്രത്യേകിച്ചും CPI-യുടെ വലിയ മഹാരഥന്മാർ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. PS ശ്രീനിവാസൻ, E ചന്ദ്രശേഖരൻ, C ദിവാകരനെ പോലെ പ്രഗത്ഭരായ നേതാക്കന്മാർ പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. CPI പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. മാത്രമല്ല CR മഹേഷ് അവിടെ പരാജയപ്പെടുത്തുന്നത് R രാമചന്ദ്രനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു നിലവിലുള്ള MLA ആയിരുന്നു. അദ്ദേഹത്തോട് ഒരു പ്രാവശ്യം പരാജയപ്പെട്ടതിന് ശേഷമാണ്, 1000-ലധികം വോട്ടുകൾക്ക് ഒരു പ്രാവശ്യം പരാജയപ്പെട്ടതിന് ശേഷമാണ് CR മഹേഷ് അവിടെ നിന്ന് 30,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം അധികം നേടുന്നത് എന്നത് വലിയ ആശ്ചര്യമാണ്. അതായത് പരാജയപ്പെട്ടതിന് ശേഷമുള്ള 5 വർഷങ്ങൾ CR മഹേഷ് ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഭൂരിപക്ഷം. അതിനുശേഷം അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം മണ്ഡലത്തിൽ സ്ഥിരമായി തന്നെയുണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല, റീലുകൾക്കപ്പുറം ഒരു റിയാലിറ്റിയിൽ, ഒരു യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് CR മഹേഷ് എന്ന് പറയാം. എല്ലാ പ്രവർത്തനങ്ങളിലും, മണ്ഡലവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും അധികം വോട്ടുകൾക്ക് വിജയിക്കുവാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയായിരിക്കും CR മഹേഷ് എന്ന കാര്യത്തിൽ സംശയമില്ല. മട്ടന്നൂരിലെ ശൈലജ ടീച്ചറുടെയോ അല്ലെങ്കിൽ ധർമ്മടത്ത് പിണറായിയോ ഒരിക്കൽ കൂടി മത്സരിക്കും എന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അവരുടെയൊക്കെ ഭൂരിപക്ഷത്തിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഒരു വിജയം CR മഹേഷിന് കരുനാഗപ്പള്ളിയിൽ നിന്നുണ്ടാകും എന്ന രാഷ്ട്രീയ വിശകലനം മാധ്യമരംഗത്ത് സാധാരണമാണ്. കാരണം അത്രമേൽ CR മഹേഷിൻ്റെ ഒരു പ്രാഗൽഭ്യം, CR മഹേഷ് ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പ്രഥമ പരിഗണന CR മഹേഷിനാണെന്ന് പറയാം. കാരണം ആ മണ്ഡലത്തിൽ CR മഹേഷ് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയുടെ പരിഗണനയിലുള്ളത്. മറ്റൊരു സ്ഥാനാർത്ഥിയെ പറ്റി കരുനാഗപ്പള്ളിയിൽ പാർട്ടി ചിന്തിക്കുന്നതേയില്ല. CPI സംബന്ധിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ആ മണ്ഡലം തിരിച്ചുപിടിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ C ദിവാകരനെ, നേരത്തെ അവിടെ നിന്ന് പ്രതിനിധീകരിച്ച് മന്ത്രിയൊക്കെ ആയിട്ടുള്ള C ദിവാകരനെ, പിന്നീട് നെടുമങ്ങാട് മത്സരിച്ച C ദിവാകരനെ അവിടെ പരീക്ഷിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ CPI സംബന്ധിച്ച് ആ മണ്ഡലം നഷ്ടപ്പെട്ടു എന്നൊരു പ്രതീതിയാണുള്ളത്. CPIയും ഇടതുപക്ഷവും അത് കരുനാഗപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലം C ക്ലാസ്സായി തന്നെ കൂട്ടുകയാണ്. അത് കിട്ടുവാൻ സാധ്യതയില്ലാത്ത ഒരു നിയമസഭാ മണ്ഡലമായി കൂട്ടുകയാണ്. കോൺഗ്രസ് സംബന്ധിച്ച് അത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് മുമ്പ് കരസ്ഥമാക്കപ്പെട്ട, തങ്ങൾക്ക് ലഭിച്ച ഒരു മണ്ഡലമായി കോൺഗ്രസ് അത് കയ്യിൽ സൂക്ഷിക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു റിസൾട്ട് ആ മണ്ഡലത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആലപ്പാട് പഞ്ചായത്തിൽ UDF 3, LDF 9, BJP 4 എന്നാണ് കക്ഷിനില. ക്ലാപ്പന എടുക്കുകയാണെങ്കിൽ 10 UDF, 6 LDF, 0 BJP. കുലശേഖരപുരത്ത് 10 UDF, 7 LDF, 4 BJP. ഓച്ചിറയിൽ 11 UDF, 3 LDF, 4 BJP എന്നിങ്ങനെ നിലയിലാണ് കക്ഷിനില. തഴവ പഞ്ചായത്തിൽ വരികയാണെങ്കിൽ 9 UDF, 10 LDF, 5 BJP. തൊടിയൂർ വരികയാണെങ്കിൽ 9 UDF, 13 LDF, 12 BJP. അതായത് 3 പഞ്ചായത്തുകൾ LDFനും 3 പഞ്ചായത്തുകൾ UDFനുമാണ്. തഴവയിലേക്കാണെങ്കിൽ നെക്ക് ടു നെക്ക് കടുത്ത മത്സരമാണ്. 9-10, 9 UDF, 10 LDF എന്ന രീതിയിലാണ് റിസൾട്ട് വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കുലശേഖരപുരം, ഓച്ചിറ എന്നീ 2 ഡിവിഷനുകളിൽ UDFനൊപ്പമുണ്ട്. തൊടിയൂർ ഡിവിഷൻ LDFനൊപ്പമാണ് എന്ന ഒരു പ്രത്യേകതയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ UDF ആണ് നേടിയിട്ടുള്ളത്. 9 UDF, 7 LDF എന്ന രീതിയിൽ UDF ആ ബ്ലോക്ക് പഞ്ചായത്ത് നിലനിർത്തുന്നുണ്ട്. ഈ കരുനാഗപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത്. ലോക്സഭയിലെ
ഒരു റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലമാണിത്. കൊല്ലം ജില്ലയിലാണ് ഈ മണ്ഡലം വരുന്നതെങ്കിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ്. 7500 വോട്ടുകൾക്ക് തൊട്ടടുത്ത എതിരാളി AM ആരിഫിനേക്കാളും KC വേണുഗോപാൽ ഈ മണ്ഡലത്തിൽ നിന്ന് ലീഡ് ചെയ്തിട്ടുണ്ട് ലോക്സഭയിലേക്ക്. ലോക്സഭയിലെ റിസൾട്ടിൽ നമ്മൾ ആശ്ചര്യമുണ്ടാക്കുന്നത് അവിടെ മത്സരിച്ച BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വെറും 1000 വോട്ടുകൾക്ക് മാത്രമാണ് CPMൻ്റെ AM ആരിഫിനേക്കാൾ പിറകിലുള്ളത്. കടുത്ത മത്സരം അവിടെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് BJPയും കോൺഗ്രസ് CPMും തമ്മിൽ. പക്ഷേ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ BJP നേടിയത് കേവലം 12000 വോട്ടുകൾ മാത്രമായിരുന്നു. ആ നിലയിൽ നിന്നാണ് അവിടെ ഒരു 48,000 വോട്ടുകൾ BJP ലോക്സഭയിൽ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് നേടിയതെന്ന് പറയുമ്പോൾ BJP ലോക്സഭയിൽ വലിയ പ്രകടനം കാഴ്ചവെച്ച ഒരു മണ്ഡലമാണ് കരുനാഗപ്പള്ളി. പക്ഷേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJPക്ക് ആ നേട്ടം നിലനിർത്തുവാൻ കഴിയുന്നില്ല എന്ന ഒരു വിലയിരുത്തലുണ്ട്. ചില പഞ്ചായത്തുകളിലൊക്കെ സീറ്റുകളുണ്ട്. പ്രത്യേകിച്ച് ആലപ്പാട് 4 സീറ്റുണ്ട്, അതുപോലെ കുലശേഖരപുരത്ത് 4 സീറ്റുണ്ട്, ഓച്ചിറയിൽ 4 സീറ്റുണ്ട്, തഴവയിൽ 5 സീറ്റുണ്ട്. അങ്ങനെയൊക്കെ പഞ്ചായത്തുകളിൽ സീറ്റുണ്ടെങ്കിൽ പോലും ലോക്സഭയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ വലിയ രീതിയിലുള്ള ഒരു നേട്ടം BJPക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ സീറ്റ് പ്രത്യേകിച്ചും UDFും LDFും തമ്മിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മത്സരം നടന്നിട്ടുണ്ടെങ്കിലും അത്തരമൊരു മത്സരം അവിടെ നടക്കുവാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ നിരൂപകരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നത്. അത് UDFന് ഏകപക്ഷീയമായി പ്രതീക്ഷിക്കാവുന്ന ഒരു മണ്ഡലമാണ്. UDFന് എന്നതിനേക്കാൾ അവിടെ CR മഹേഷ് എന്ന വ്യക്തിത്വം നിറഞ്ഞു നിൽക്കുന്നു. ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ഒപ്പമുള്ള CR മഹേഷിനൊപ്പമായിരിക്കും അവിടുത്തെ കരുനാഗപ്പള്ളിയിലെ ജനങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. CR മഹേഷ് അവിടെ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും അടുത്ത 2026 നിയമസഭാ റിസൾട്ട് വരുമ്പോൾ ആദ്യത്തെ 3 വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്ന് അത് കരുനാഗപ്പള്ളിയിൽ നിന്നായിരിക്കും എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ചും ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് UDFൻ്റെ കുത്തക മണ്ഡലമല്ല, ഇത് ഇടതുപക്ഷ പാരമ്പര്യമുള്ള മണ്ഡലമാണ്. ആ പാരമ്പര്യത്തിൽ നിന്നാണ് CR മഹേഷിനെ പോലെ സാധാരണക്കാരനായ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള പിന്നീട് കോൺഗ്രസ് പാർട്ടിയിലെത്തിയ ഒരാൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷം അവിടെ സ്ഥിരമായി അടിയുറപ്പിച്ച് നിന്ന് പ്രവർത്തിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ രണ്ടാമത് വിജയിക്കുകയും മൂന്നാമതൊരു തിരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ വിദ്യാർത്ഥികളും ചരിത്രകാരന്മാരും ഒറ്റ സ്വരത്തിൽ ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കും എന്ന് പറയുകയും ചെയ്തത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 2016 അവിടെ മത്സരിക്കുമ്പോൾ ചെറിയ വോട്ടുകൾക്ക് 1000-ലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. പക്ഷേ സ്വന്തം പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം അദ്ദേഹത്തെ വർഗീയവാദിയും തീവ്രവാദിയും ഒക്കെ ആയി ചിത്രീകരിക്കുവാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് തീർത്തും മതേതര സ്വഭാവമുള്ള അദ്ദേഹം ആദ്യത്തെ ഇലക്ഷനിൽ അവിടെ പരാജയപ്പെട്ടത്. പക്ഷേ രണ്ടാമത്തെ ഇലക്ഷനിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വ്യക്തമായും മനസ്സിലാക്കി സാധിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ കഴിഞ്ഞത് എന്നത് യാഥാർത്ഥ്യമാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. മറ്റൊരു മണ്ഡലമായി കാണുന്നവരെ ജയ് ഹിന്ദ്.